ഗടികളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ദേവിച്ച്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. സോ അറിയുന്നത് റിവ്യൂ ചെയ്യുന്നില്ല, നേരെ റിവ്യൂലോട്ട് കിടക്കാം. സോ ഗൈസ്, ഞാൻ തികച്ചും യാദർശികമായിട്ടാണ് ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ കാണാനിടയായത്. ഞാനതിന് മുന്നേ ഈ സിനിമയെ കുറിച്ച് കണ്ടിട്ട് ഇങ്ങനെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ജീത്തു ജോസഫൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിതുണ്ട്. എന്നാലും എനിക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒരു ട്രെയിലർ 3-4 പോസ്റ്റർ കണ്ടു, അത്രമാത്രം. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത്ര തന്നെ, വേറെ ഒന്നും അറിയില്ല. സോ ഞാൻ അങ്ങനെയാണ് ഈ പടം കണ്ടത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. എൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ലോ പേസ് മൂവീസ് വളരെ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഈ 2024 ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ലെവൽ ക്രോസ് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ. എത്രത്തോളം സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണെന്ന് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് ഇവൻ. ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു 3 പേര്, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ലെവൽ ക്രോസിലുള്ളത്. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും, എന്നാലും നമ്മളിപ്പോൾ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഈ സിനിമയുടെ തുടക്കം തൊട്ട് കാണിക്കുന്നത്. നമ്മളിങ്ങനെ അതിൽ ഈ സിനിമയിൽ ഡയലോഗ്സ് എന്ന് പറയുന്നത് ഒരു മിനിമലായിട്ടുള്ള ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആയിരിക്കുമ്പോൾ ആ കോൺവെർസേഷനാണ് ഈ സിനിമയെ ഹയർ ലെവലിലേക്ക് എത്തിക്കുന്നത്. സീരിയസ്ലി കേസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത്, അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടിട്ട്. അതിൽ തന്നെ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ലെവൽ ക്രോസ്, അതായത് ഒരു ടൈം വരുമ്പോഴുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് ആസിഫ് അലി. ആളുടെ അടുത്തോട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളും ആളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. അതിൽ ഓരോരുത്തരുടെ ഇതായാലും അമല പോലുള്ള ആസിഫ് അലിയൊക്കെ, ഞാൻ പറയട്ടെ, ആസിഫ് അലിയുടെ എന്നെ സംബന്ധിച്ച് ആസിഫ് അലിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ലിറ്ററലി ഗൈസ്, ആസിഫ് അലിയുടെ ഇത്ര കിടിലനായിട്ട് അഭിനയിച്ച വേറൊരു സിനിമ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കിടിലനാണ് ആളുടെ. ഇതിന് മുന്നുണ്ടായിരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൂമം പറയും, പിന്നെ വേറെ കുറേ ഇതിൽ ഉയരയിലൊക്കെ ആൾ കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെവൽ ക്രോസിൽ ആളൊരു ലെവൽ അഭിനയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമല പോൾ, ഷർഫുദ്ദീൻ, ഇവരൊക്കെ തന്നെ കിടിലൻ. കാരണം ഈ സിനിമയിലാകെ 3 ക്യാരക്ടേഴ്സ് ഉള്ളു, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും ആസിഫ് അലി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്, അതൊന്നും പറയാനില്ല. ഈ സിനിമയുടെ റൺ ടൈം തന്നെ കുറച്ചുള്ളൂ, ഒരു 2 മണിക്കൂർ എടുത്തങ്ങാണ്ടുള്ളൂ ഈ സിനിമയുടെ റൺ ടൈം പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുമ്പോൾ, അത് നമ്മൾ തുടക്കത്തിലൊക്കെ ആയിരിക്കും ലാക്ക്, നമ്മൾ എന്താണ് നടക്കണത്, ഞാൻ വിചാരിച്ചു ഭയങ്കര ഷോകൾ. ഇത് തന്നെയാണ് എനിക്ക് മഹാരാജന് ഫീൽ ചെയ്തത് തുടക്കത്തിൽ. ഇതെന്ത് പടമാണിത്, ഇറങ്ങി പോയാലോ എന്ന് വരെ ആലോചിച്ചു പോയി വെറുതെ. അതായത് മനസ്സിൽ ജസ്റ്റ്, ഞാനൊരു സിനിമയ്ക്ക് പോയിട്ട് ഇതുവരെ ഇറങ്ങി പോന്നിട്ടില്ല, ഇഷ്ടപ്പെടാതെ അങ്ങനെ വരെ ചിന്തിപ്പിച്ച് പോയി ഈ 2 സിനിമകളും. ബട്ട് മഹാരാജ പോലെ തന്നെ ഈ സിനിമ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് ലെവലിലൊക്കെ വരുന്ന ഒരു സ്റ്റോറി ലെവലും അതിനകത്തുള്ളൊരു ട്വിസ്റ്റും കാര്യങ്ങളും അവസാനം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ആകെ കുഴഞ്ഞുള്ളൊരു സംഭവമൊക്കെ ആയിട്ട് ഇറ്റ്സ് എ റിയലി നൈസ് മൂവി. നിങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിനും രായനൊക്കെ തിമിർത്തോടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊക്കെ. അതിൻ്റെ ഒപ്പം കൊച്ചു സിനിമ മുന്നോട്ട് പോകുമെന്നാണ് എന്തായാലും എല്ലാ ഭാഗത്തുനിന്നും പോസിറ്റീവ് റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം നല്ലൊരു കഥയാണെങ്കിൽ മലയാളികൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പോരാത്തതിന് മറ്റ് 2 സിനിമകളും അഡൾട്ട് കണ്ടൻ്റ് ഉള്ളതാണ്. ഇതിലങ്ങനെ അഡൾട്ട് കണ്ടൻറ്റ്സ് ഒന്നും അതില്ല. UBRA സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണല്ലോ. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലിട്ട് ഉടനെ എത്തുന്നതുവരെ തിരിച്ചു ധ്യാൻ ദേവിച്ച് സൈനിങ് ഓഫ്. ബൈ.